നമ്മളൊക്കെ പല ഫങ്ഷൻസിനൊക്കെ പോകാറുണ്ടാവും അല്ലേ? ഫങ്ഷൻസിന് പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആയ പോലെ, ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം ഭയങ്കര എനർജി ലോ ആയ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ട്രോമാസും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്മൃതി മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പം തന്നെ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താ? ഇവരുടെ ജീവിതത്തിലെ പല നെഗറ്റീവ് കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, ഇനി ചിലപ്പോൾ നമ്മളോട് തന്നെ നമ്മുടെ പല ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എടുത്തു പറയുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം, എന്ത് കാര്യമാണ് ഇതിന് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നതെന്ന് നോട്ട് ചെയ്യാം. പലപ്പോഴും നമ്മളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ ഇവർ ഈ പറയുന്നത് ആ കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യുക. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സെറ്റ് ബൗണ്ടറീസ്. എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ കേട്ട് നിൽക്കരുത്. എന്താണ് നെക്സ്റ്റ്, എന്താണ് അതെയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരെ കേൾക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുക. അതുകൊണ്ട് തന്നെ സെറ്റ് ബൗണ്ടറീസ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിൽക്കുക. അടുത്തത്, അവർ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യാതിരിക്കുക. അതായത് അവർ ചെയ്യുന്നത് അവരുടെ സ്ട്രെസ്സും ഇൻസെക്യൂരിറ്റീസും ഒക്കെ സംസാരിച്ച് അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, അവരുടെ ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാതിരിക്കുക. അവരെല്ലാം എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വേദന ഉണ്ടെങ്കിൽ അവരെല്ലാം ഒരു മുറിവുണ്ടെങ്കിൽ അവരെങ്ങനെ എക്സാജറേറ്റ്, ആ മുറിവ് പഴുത്ത് ഭയങ്കര ചോര, അതിന് വേദന, ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ടല്ലേ പറയാം. അപ്പോൾ അവർക്ക് വാലിഡേഷൻ കിട്ടാനും അവരുടെ ആ സ്ട്രെസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഇവരിങ്ങനെ കൂടുതലായിട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങ് വിശ്വസിച്ച് അതൊന്നും അബ്സർവ് ചെയ്യാതിരിക്കുക. അവരെല്ലാം കുറച്ച് ഫേക്ക് ചെയ്തിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതായത് ഇവർക്ക് കൊടുക്കുന്ന പല വാവ്, ആണോ ഇല്ലേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യും, ഇവർ ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്ത് അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം? കാമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യുന്നതായിട്ട് ഫോൺ എടുക്കുക, അല്ലെങ്കിൽ അതിലാരെങ്കിലും പോയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും നിങ്ങളതിൽ ഇൻട്രസ്റ്റഡ് അല്ല, അവരെ അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ അടുത്ത് സംസാരിക്കണം, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വയസ്സിൽ ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. നമുക്ക് സേഫായിട്ട് തോന്നുന്ന, കുഴപ്പമില്ലാന്ന് തോന്നുന്ന ആളുകളോട് മാത്രം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. ബാക്കിയുള്ളവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ഫോർമലായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ആളുകളെ ഫങ്ഷൻസിന് കാണുന്നത് മാത്രമൊന്നുമല്ല നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ കാണുന്ന വീഡിയോസ്, അതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ നമ്മുടെ ചിന്തകളെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്? അത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ ആ തോട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് പോലുള്ള കാര്യങ്ങളും നെഗറ്റീവ് ന്യൂസസൊക്കെ കാണുന്നൊരു പ്രവണതയുണ്ട്. നമ്മുടെ മൈൻഡിന് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഹെഡിങ്ങൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ മനഃപൂർവ്വം നമ്മൾ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മളിങ്ങനെ കാണുന്തോറും അതിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകാനാണ് നമുക്ക് തോന്നുക. ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം, നമ്മുടെ ഇന്നർ സെൽഫ് എപ്പോഴും സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക. നമ്മുടെ ഉള്ളിൽ നല്ല പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഏശില്ല. അവർ നമ്മളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്കത് ബാധിക്കില്ല. നമ്മളതിന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളെപ്പോഴും പവർഫുള്ളാക്കിയിട്ട് വെക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഏറ്റവും ഫൈനലായിട്ട്, മറ്റുള്ളവർ നമ്മുടെ മെൻ്റൽ പീസ്, ഇന്നർ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും എൻകറേജ് ചെയ്യാതിരിക്കുക. അവർക്ക് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾക്ക് ഈ സംഭവത്തിലൊന്നും താല്പര്യമില്ല എന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെ നിങ്ങളത് കാണിച്ചു കൊടുക്കണം. അന്നേരം അവർ നിങ്ങളടുത്ത് അധികം സംസാരിക്കാൻ, ഇൻട്രാക്ട് ചെയ്യാനൊന്നും നിൽക്കില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാൻ വരില്ല. എപ്പോഴാണോ നമ്മൾ എന്താ പറയാമെന്നൊക്കെ വിചാരിച്ച് പീപ്പിൾ പ്ലീസിങ് ആയിട്ട് നിൽക്കുക, സഹിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർ കൂടുതലായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ എപ്പോഴും അവരുടെ സ്ട്രെസ്സും ഇൻസെക്യൂരിറ്റീസും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാതിരിക്കുക. അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്, അല്ലാതെ നമ്മളല്ല. അതുപോലെ ചിലർക്ക് ഇവരെ സാന്ത്വനിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. ഇവരുടെ ഈ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ട് അയ്യോ പാവം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ അവരെ സപ്പോർട്ട് ചെയ്ത് സാന്ത്വനിപ്പിക്കാനൊക്കെ നിൽക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവും കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷമിച്ച് നമ്മളിവിടെ ബാക്കി, പക്ഷെ അവരെ അടുത്തയിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ ലൈഫിൽ ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടതൊക്കെ. അപ്പോൾ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും കാണാതിരിക്കുക. അവരുടെ വിഷമങ്ങൾ നമ്മുടേതായിട്ട് കരുതാതിരിക്കുക. കാരണം അവരൊക്കെ ഈ കാണിക്കുന്നത് പറയുന്നതും ജെന്യൂൻ ആവണമെന്നില്ല. പിന്നീട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ റോങ് ആയിരുന്നു എന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ വന്നിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ പ്രശ്നമായി കണ്ട് കരയാനോ വിഷമിക്കാനൊന്നും നിൽക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റി സൂക്ഷിക്കുക, നമ്മുടെ എനർജി സൂക്ഷിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.